ഹലോ, ഇത് ഞാനൊന്ന് ശബരിമലേന്റെ ഫസ്റ്റ് പാർട്ട് ഇട്ടിട്ടില്ലേ, അതിന്റെ സെക്കൻഡ് പാർട്ട് ഇടാന്ന് പറഞ്ഞിട്ട് കുറച്ച് ലേറ്റ് ആയി പോയി കേട്ടാ. എല്ലാവരും ക്ഷമിക്കണം. കാരണം എനിക്കത് ഇടാനുള്ളൊരു സാഹചര്യം കിട്ടിയില്ല. ഒരു വീഡിയോ ഇടണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇടാനൊന്നും എനിക്ക് അത്ര താല്പര്യമില്ല. കാരണം ഞാൻ ഇൻട്രസ്റ്റോട് കൂടിയിട്ടാണ് എൻ്റെ എല്ലാ വീഡിയോസും ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. ഈ വീഡിയോ എനിക്ക് അത്രയ്ക്ക് സ്പെഷ്യൽ ആയതുകൊണ്ട് എനിക്ക് അങ്ങനെ തന്നെ അപ്ലോഡ് ചെയ്യണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ എഡിറ്റ് ചെയ്യാൻ കുറച്ച് ലേറ്റ് ആയത്. പിന്നാണെങ്കിൽ ഞാനും അമ്മയും കൂടെ പോകുന്നത് നമ്മൾ ഇന്നലെ പോയിട്ടുള്ള അമ്പലങ്ങളിലെ ഇന്നലെ പോയ എല്ലാ അമ്പലങ്ങളിലും നമ്മൾ ഒന്നും കൂടെ പോകുന്ന കാരണം രാത്രി എല്ലാം നട അടച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഫ്രീ ആണല്ലോ, അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടെ എല്ലാ അമ്പലത്തിലും പോകാന്ന് വിചാരിച്ചു. ഇത് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രാണ്. പേട്ട തുള്ളിയിട്ടില്ലേ അവര്, ഇന്നലെ പേട്ട തുള്ളി തുടങ്ങിയത് ഇവിടുന്നാണ്. ഇവിടുന്ന് പേട്ട തുള്ളിയിട്ടാണ് നമ്മളങ്ങനെ പോയിട്ട് മറ്റേ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നമ്മൾ നിന്നത്. അങ്ങനെ അവിടെ നമ്മളൊന്ന് തൊഴുത്, ഇവിടെ നെയ് വിളക്ക് കത്തിക്കുന്നത്, നെയ്യ് അതിൻ്റെ അകത്ത് എടുക്കുന്നത് തേങ്ങേൻ്റെ അകത്താണ്. എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നി. പിന്നെ ഇവിടെ ഒരു വാവർ സ്വാമീന്റെ ഒരു ഇതുണ്ട്, നമ്മൾ അവിടെ തൊഴുത് പിന്നെ നേരെ വാവർ സ്വാമീന്റെ പള്ളിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നേ. ഈ അമ്പലത്തിന്റെ കറക്റ്റ് പേര് പേട്ട ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം എന്നാണ്. നേരത്തെ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. കാരണം നമ്മൾ ഫസ്റ്റ് ടൈം അല്ലേ പോകുന്നത്. നമ്മൾ ഇതൊന്നും ശബരിമലേനെ പറ്റിയിട്ടെല്ലാം പറഞ്ഞു കേട്ടിട്ട് നല്ലാണ്ട് നമുക്കൊന്നും അറിയില്ലല്ലോ. നമ്മൾ രാത്രി പോയതുപോലെയല്ല, ഭയങ്കര ശാന്തമായിരുന്നു നമ്മൾ രാവിലെ പോയപ്പോ. അമ്മയെല്ലാം നല്ലോണം ആസ്വദിച്ചിട്ട് ഞാനും അമ്മയും എല്ലാം കൂടെ ഇവിടെ നടന്ന് ഇവിടെ ഓരോന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, അതെല്ലാം കണ്ടു. ഇവിടെ രാവിലെ തന്നെ മദ്രസയില് വന്ന കുട്ടികളൊക്കെ ഉണ്ടായിരുന്നേ, നമ്മൾ അവരെല്ലാം കണ്ടിരുന്നു. ഇതല്ലേ ശരിക്കുള്ള മതസൗഹാർദ്ദം അല്ലേ? കാരണം ഈ ഒരു നമ്മൾ അമ്പലത്തിൽ പോയിട്ട് പള്ളിയിൽ പോയി, പള്ളിയിലാണെങ്കിൽ തേങ്ങ ഉടയ്ക്കാനുള്ളൊരു സ്പേസ് അതെല്ലാം കാണുമ്പോൾ തന്നെ നമുക്ക് പലരും പലതിന്റെ പേരിലും പല അടികളുണ്ടാവുമെങ്കിലും ഇതൊക്കെ കാണുമ്പോൾ തന്നെ എല്ലാ മതവും ഒന്നാണ് എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. പിന്നെ ഞാനും അമ്മയെല്ലാം ചായ കുടിച്ചു, പൊറാട്ടയും കടലക്കറിയും കഴിച്ചു. പിന്നെ നമ്മളിവര് പേട്ടതുള്ളിയിൽ എത്തിയ അമ്പലമില്ലേ, അവര് അന്ന് ഇതെല്ലാം കഴിച്ചു വെച്ചിട്ടില്ലേ, കിരീടെല്ലാം കഴിച്ചു വെച്ച് അവിടെ നമ്മൾ തൊഴുതു. പിന്നെ അവിടെ എത്തുമ്പോഴേക്കും ചെറുതായിട്ട് മഴയെല്ലാം പൊടിയുന്നുണ്ടായിരുന്നു, നമ്മൾ കുട എടുത്തിട്ടില്ലായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ അങ്ങനെ വലിയങ്ങനെയൊന്നും പെയ്തിട്ടില്ല, ചെറുതായിട്ട് നമ്മൾ അവിടെ എല്ലാം നല്ലോണം തൊഴുത്. പിന്നെ അതിനുശേഷം ഇവര് നമ്മൾ അവിടുന്ന് തൊഴുതിറങ്ങുമ്പോഴേക്കും അവര് ശബരിമലയിൽ നിന്ന് മല ദർശനം എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങാൻ നോക്കുന്നാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ പിന്നെ ശബരിമലയില് ഇവര് പിന്നെ പായസം വാങ്ങാൻ വേണ്ടിയിട്ട്, അരവണ വാങ്ങാൻ വേണ്ടിയിട്ട് ഭയങ്കര തിരക്കായിരുന്നു. അപ്പൊ ഇവിടെ കിട്ടുമെന്ന് ചോദിച്ചപ്പോൾ ഞാനും അമ്മയും കൂടെ പോയിട്ട് നമ്മളിവിടെ അന്വേഷിച്ചപ്പോൾ ഇവിടെ ശബരിമലയിൽ അത് തന്നെ ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇവിടുന്ന് ഒരു പെട്ടി അരവണ വാങ്ങിയിട്ടുണ്ടായിരുന്നേ. നമ്മൾ അധികം ഒന്നും വാങ്ങിയിട്ടില്ല, കാരണം ചിക്കുവെല്ലാം പോയപ്പം എല്ലായിടത്തിലും കൊടുക്കുമെല്ലാം ചെയ്തായതുകൊണ്ട് ശബരിമലയിൽ പോയതല്ലേ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഒരു 10 വരുന്നൊരു കിറ്റ് നമ്മൾ അവിടുന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു, വടകരയ്ക്കും മേപ്പൂരേക്കും എല്ലാം കണക്കാക്കിയിട്ട്. പിന്നെ ഞാനും അമ്മയും കൂടെ നേരെ പമ്പയിലേക്കാണ് പോകുന്നത്. നമ്മളിവിടെ KSRTC ഉണ്ട് പമ്പയിലേക്ക്. അപ്പൊ എത്തുമ്പോഴേക്കും അവിടെ എത്താന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു നമ്മൾ ഇറങ്ങിയിട്ടുള്ളത്. 12 മണിക്കോ അങ്ങാനായിരുന്നു ഇവിടുന്ന് KSRTC ഉണ്ടായിരുന്നത്. എന്നാ പറയണ്ടേ, നമ്മൾ അതിൽ കയറിയിരിക്കുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്തൊരു ഫീലായിരുന്നു. ഈ ഒരു മലയും മഞ്ഞും ഒരു തണുപ്പും ഒക്കെ ഉണ്ടായിരുന്നേ. അത് കയറുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു ഫീൽ. അതെനിക്കിപ്പോ നിങ്ങളോട് പറഞ്ഞെങ്ങനെയാ ഞാൻ അറിയിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. ഒരു എന്താ പറയാ, ഒരു കുളിർമയും ഒക്കെ, ഉള്ളിലൊരു നെഞ്ചിലൊരു കുളിർമയും ഒക്കെ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. കാരണം ഒരിക്കലും ഞാൻ പ്രതീക്ഷിക്കാത്തൊരു കാര്യം എനിക്ക് സംഭവിച്ചിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ ഞാൻ അഗേട്ടനായില്ല, ഞാൻ ഭയങ്കരമായിട്ട് നന്ദി പറയുന്നുണ്ട്. കാരണം ഇങ്ങനെ ഒരു കാര്യം എപ്പോ പണ്ട് പറയായിരുന്നു അഗേട്ടൻ, പക്ഷെ പോകാൻ പറ്റുമെന്നൊന്നും ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. അങ്ങനെ വാമിനെ കൊണ്ടുപോകുമ്പോ നീയും കൂടെ വന്നോ, പിന്നെ വാമിക്കൊരു സഹായമാവുമല്ലോ എന്നുള്ള അഗേട്ടൻ തന്നെയാ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അതിനെപ്പറ്റി അതിനുശേഷം നമ്മൾ അതെല്ലാം ചിന്തിക്കാൻ തന്നെ തുടങ്ങി. അപ്പൊ നമുക്ക് എന്താ പറയാ, ഒരു പ്രത്യേക ഒരു ഫീലാണ് നമുക്കത്. എല്ലപ്പോഴും ശബരിമലയ്ക്ക് പോകുന്നവർക്ക് ഉണ്ടാവുമെന്ന് അറിയില്ല, പിന്നെ ഫസ്റ്റ് ടൈം ആയിട്ട് ശബരിമലയ്ക്ക് പോകുന്ന എല്ലാവർക്കും ആ ഒരു ഫീൽ ഉണ്ടാവും എനിക്ക് ഉറപ്പാണ്. നമ്മൾ ശബരിമല വരെ പോയിട്ടില്ലെങ്കിലും നമുക്ക് പമ്പയിലേക്ക് എത്തുമ്പോൾ തന്നെ ഈ ഒരു ഫീൽ ഉണ്ടാവും. ഇവിടുന്ന് നമ്മള് ഇപ്പൊ എരുമേലിയാണ് എത്തിയിട്ടുള്ളത്. എരുമേലിലേക്ക് കടക്കുമ്പോൾ തന്നെ വലിയൊരു ശിവന്റെ തലയെല്ലാം വെച്ചിട്ടുള്ള ഒരു കവാടമുണ്ട്. പിന്നെ അവിടെ പിന്നെ നമ്മൾ പോയി കഴിഞ്ഞാല് അവിടെ ബസ് ശരിക്ക് പിന്നെ എരുമേലി ആണ് വണ്ടിയെല്ലാം നിർത്തേണ്ടത്. കാരണം പക്ഷെ അവിടെ പമ്പയിലും സൗകര്യമുണ്ട്, പക്ഷെ അങ്ങനെ നമുക്ക് അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലൊക്കെ നമുക്ക് അവിടെ നിർത്താൻ പറ്റും. അങ്ങനെ ഞങ്ങള് എരുമേലി പോയി, അവിടെ കുറെ ആൾക്കാർ ഇറങ്ങുകയെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ബസ് കുറച്ച് സമയം ഒരു സ്ഥലത്ത് പിടിച്ചിട്ടിട്ടുണ്ടായിരുന്നു, ഇല്ലെങ്കിൽ നമ്മള് കറക്റ്റ് ടൈമിൽ എത്തുമായിരുന്നു. നമ്മൾ എരുമേലി എത്തുമ്പോഴേക്കും അവര് പിന്നെ മലയിറങ്ങി താഴെ എത്തിയിട്ടുണ്ടായിരുന്നേ.
അവർ നമ്മളെ വെയിറ്റ് ചെയ്തിട്ട് അവിടെ നിൽക്കുന്നായിരുന്നു. അങ്ങനെ ഞാനും അമ്മയും കൂടെ പോന്നല്ലേ, നമുക്ക് വേറെ വണ്ടിയൊന്നും വിളിച്ചിട്ടൊന്നും ഇങ്ങോട്ട് വരാൻ പറ്റൂല, KSRTC ബസ് മാത്രമേ ഉള്ളൂ. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ ഇനി നേരെ പോകുന്നത് പമ്പയിലേക്കാണ്. അതിന്റെ ഭയങ്കരമായിട്ട് എന്താ പറയാ, പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമുണ്ട്. കാരണം ഫസ്റ്റ് ടൈം എനിക്ക്, പണ്ട് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നോ വാമി മാലയിട്ട സമയത്ത് ചെറുപ്പത്തിൽ ഞാൻ പോവാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചൊരു സ്ഥലം. പക്ഷെ അച്ഛൻ മിലിറ്ററിയിലായതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല. പിന്നെ അച്ഛൻ മിലിറ്ററിയിൽ നിന്ന് റിട്ടയർഡ് ആയി വന്നതിന് ശേഷം പിന്നെ ഞാൻ 4ാം ക്ലാസ്സിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ പിന്നെ ശബരിമലയ്ക്കൊന്നും പോകാൻ പാടില്ലല്ലോ, അതുകൊണ്ട് ഞാൻ പിന്നെ പോയിട്ടില്ല. 10 വയസ്സായ പിന്നെ പോകാൻ പാടില്ല എന്നല്ലേ പറയുന്നത്. അതുകൊണ്ട് 10 വയസ്സായിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും. അതുകൊണ്ട് ഞാൻ പിന്നെ പോയിട്ടില്ല, എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല. പിന്നെ ഇനി എപ്പാ ഇവിടെയൊക്കെ കാണാൻ പറ്റുമെന്നൊന്നും നമുക്കറിയില്ലായിരുന്നു. പിന്നെ വയസ്സാവണ്ടേ പോണെങ്കിൽ. പമ്പയില് അവിടെ എത്തുമ്പോൾ തന്നെ അയ്യപ്പനും പുലിപ്പുറത്ത് നിൽക്കുന്ന ഒരു ഇതെല്ലാം ഉണ്ട്. അങ്ങനെ നമ്മൾ പമ്പയിലെത്തി, ഇവിടെ ബസ് ഇറങ്ങി. അപ്പൊ അമ്മ അച്ഛനെ വിളിക്കുന്ന എവിടെയുള്ള എന്നെല്ലാം പറഞ്ഞിട്ട് അവര് പമ്പയിൽ നമ്മളെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. പമ്പയിലെത്തിയപ്പോ തന്നെ നമുക്ക് വേറെ തന്നെ ഒരു ഇത്, പമ്പ നദി നേരിട്ട് നമ്മൾ വീഡിയോയിലും വീഡിയോസിലെല്ലാം കണ്ടൊരു സ്ഥലം നമ്മൾ നേരിട്ട് കാണുമ്പോൾ അമ്മ പറയാ, പിന്നെ വാമ്യമോള് പോയതുകൊണ്ടല്ലേ പോകാൻ പറ്റിയ, നമുക്ക് ഇവിടെയെല്ലാം കാണാൻ പറ്റിയ. അമ്മയ്ക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായിട്ടുണ്ടായിരുന്നു. കാരണം അമ്മയ്ക്ക് ഇനിയും പോകണമെങ്കിൽ ഒരു 3-4 വർഷം കൂടെ 3-4 വർഷം എന്തായാലും കഴിയണം അമ്മയ്ക്ക് പോകണമെങ്കിൽ. 54 വയസ്സാവണ്ടേ ഇവിടത്തേക്ക് വരണമെങ്കിൽ, 54-55 വയസ്സ് അങ്ങനെ ആവണ്ടേ ഇവിടെ വരണമെങ്കിൽ. അതുകൊണ്ട് പിന്നെ അത്ര പെട്ടെന്ന് വരാൻ പറ്റിയില്ല. അമ്മയ്ക്ക് ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങള് ഇവിടെ എല്ലാവരും, നമ്മള് മറ്റേ മാസവിളക്കിന്റെ സമയത്തൊന്നും അങ്ങനെ ആരും ഉണ്ടാവില്ലായിരുന്നു പണ്ടെല്ലാം, ഭയങ്കര തിരക്ക് കുറവല്ലായിരുന്നു. പക്ഷെ നല്ല തിരക്കുണ്ട്. ഞാനും അമ്മയും കൂടെ അങ്ങനെ പമ്പ നദിയെല്ലാം കണ്ട് ആസ്വദിച്ച് അങ്ങനെ നടക്കുന്ന, അവരെല്ലാം കൂടെ മലയിറങ്ങി ക്ഷീണം പിടിച്ച് അവിടെ എവിടെ ഇരിക്കുന്നുണ്ട്. ഞങ്ങൾ വിളിച്ചിട്ട് ഞങ്ങൾ അങ്ങോട്ട് കടന്ന് അപ്പുറത്തേക്ക് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് പമ്പ നദിയിൽ കുളിക്കുന്നതിനൊന്നും ഒരു പ്രശ്നമില്ല കേട്ടോ, പെണ്ണുങ്ങൾക്ക് എല്ലാം പമ്പ നദിയിൽ കുളിക്കുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷെ ഞങ്ങൾ കുളിച്ചിട്ടില്ല. കാരണം എന്താന്ന് വെച്ചാല് പിന്നെ അങ്ങനെ വെള്ളം എല്ലാം കുറവായിരുന്നു. പിന്നെ നമ്മൾ നടപ്പന്തലിലൂടെ, അവരവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നടപ്പന്തലിലൂടെ നമ്മൾ ഇറങ്ങിയിട്ട് പോകാൻ നോക്കുന്ന. അപ്പോൾ നമ്മൾ വിചാരിച്ചു അവരെ കാണുന്നില്ല, അതുകൊണ്ട് നമ്മൾ പമ്പയിലൊന്ന് ഇറങ്ങാം, ഇറങ്ങിയിട്ട് നമുക്ക് ജസ്റ്റ് കാലുമുഖമെല്ലാം കഴുകിയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങി. വെള്ളം വളരെ കുറവായിരുന്നു, മീനെല്ലാം കണ്ടാവും. പിന്നെ ഇവിടെ എല്ലാവരും സോപ്പൊന്നും തേച്ചിട്ട് കുളിക്കാൻ പാടില്ല ശരിക്കും, പക്ഷെ അത് ചെയ്യുന്ന പലരും ഉണ്ട്. അവർക്ക് മലയാളത്തിൽ എഴുതി വെച്ച മനസ്സിലാവായിട്ടാണോ എന്നറിയില്ല. പിന്നെ ഇംഗ്ലീഷിലും ഉണ്ട്, പിന്നെ എഴുതി വെച്ചിട്ടെല്ലാം ഉണ്ട്. പക്ഷെ സോപ്പും ഇതെല്ലാം ആക്കിയിട്ടെല്ലാം ഒരുപാട് ആൾക്കാർ കുളിക്കുന്നുണ്ടായിരുന്നു. ഞാനും അമ്മയെല്ലാം കാലുമുഖയെല്ലാം കഴുകി. പമ്പ നദിയിൽ ഇറങ്ങാൻ പറ്റുമെന്ന് തന്നെ പറഞ്ഞാൽ ഭയങ്കര ഒരു ഭാഗ്യമല്ലേ. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി, കാലുമുഖയെല്ലാം കഴുകി, തലയിലൂടെ ജസ്റ്റ് ഒന്ന് വെള്ളം ഇലാക്കി കുളിക്കണം എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഈ ഒരു വെള്ളത്തിൽ എന്തായാലും നമുക്ക് മുങ്ങി കുളിക്കാനൊന്നും പറ്റൂലല്ലോ, ഫുള്ള് കല്ലുവാ നിലത്ത്. പണ്ടെല്ലാം നമ്മള് പമ്പ നദിയിൽ ഇങ്ങനെ മേലെ വരെ വെള്ളം ഉണ്ടാവൂലേ, ഇതങ്ങ് അടിയിലായിരുന്നു വെള്ളം ഉണ്ടായിരുന്നെ. അപ്പൊ നമ്മൾ ജസ്റ്റ് മുഖവും കാലുമുഖവും എല്ലാം കഴുകിയിട്ട് നമ്മള് പിന്നെ പോകുന്നത് പിന്നെ പമ്പ ഗണപതിന്റെ അടുത്തൊന്ന് തൊഴുതിട്ട് വരാന്ന് വിചാരിച്ചിട്ട് പമ്പ ഗണപതിന്റെ അടുത്തേക്കാണ് പോകുന്നത്. അപ്പോഴേക്കും അഗേട്ടനെയും ചിക്കുനെയും വാമീനെയും അച്ഛനെയെല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ വാമി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവള് ശബരിമലയ്ക്ക് പോയ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നു. വാമിനെ കണ്ടപ്പോൾ തന്നെ ഞങ്ങൾ ഭയങ്കര ഹാപ്പിയായി. പിന്നെ അഗേട്ടൻ അച്ഛനും അമ്മയെല്ലാം അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അന്നേരം നമ്മൾ പിന്നെ പോയിട്ട് പിന്നെ പമ്പ ഗണപതിന്റെ അടുത്ത് പോവാന്ന് വിചാരിച്ചു. സത്യം പറഞ്ഞാല് നമുക്ക് ശബരിമലയ്ക്ക് ഇപ്പൊ പോകാൻ പറ്റൂലെങ്കിലും നമ്മൾ പമ്പ ഗണപതിന്റെ അടുത്ത് പോകുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു ഫീല് കിട്ടും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് കണ്ടോ, ശബരിമലയിലെ അയ്യപ്പന നമുക്ക് കിട്ടിയ സ്ഥലം പോലെ അതുപോലെയൊക്കെ ഫുള്ള് പ്രതിമ വെച്ചിട്ട് ഭയങ്കരമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. എന്ത് ഭംഗിയാണെന്നറിയോ കാണാൻ വേണ്ടിയിട്ട്. ഇത് കണ്ടോ അയ്യപ്പന, പിന്നെ അയ്യപ്പന്റെ ഇങ്ങനെ കിട്ടിയൊരു സ്ഥലമില്ലേ, അതുപോലെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഗുഹയിലൊരു പിന്നെ പുലി നിൽക്കുന്നത് കണ്ടോ. പിന്നെ അയ്യപ്പൻ പുലിപ്പാലിന് പോയതും. പിന്നെ പലർക്കും അറിയാത്തൊരു കാര്യമുണ്ട്, ഇപ്പോഴും പലരും വിശ്വസിക്കുന്നതും അറിയാത്തതുമായ ഒരു കാര്യമാണ് അയ്യപ്പന്റെ വാഹനം പുലിയാണെന്ന്. പലർക്കും അറിയാലോ അയ്യപ്പന്റെ വാഹനം പുലിയാണെന്നാണ് പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. പക്ഷെ ഒരിക്കലും അയ്യപ്പന്റെ വാഹനം പിന്നെ പുലിയല്ല. അയ്യപ്പൻ പുലിപ്പാലെടുക്കാൻ വേണ്ടിയിട്ട് പുലിന്റെ മേലെ പോയതാണ്. അയ്യപ്പന്റെ വാഹനം കുതിരയാണ്. അതറിയാത്ത പലരും ഉണ്ട്. അങ്ങനെ നമ്മള് പിന്നെ പമ്പ ഗണപതിന്റെ അടുത്ത് പോയി. നമുക്ക് അവിടെ തേങ്ങ ഉടയ്ക്കാനുള്ള സ്ഥലമുണ്ട്. അപ്പൊ ഞാനും അമ്മയെല്ലാം അവിടെ വന്ന് തേങ്ങ ഉടച്ചിട്ടുണ്ട്. പിന്നെ അമ്മ വേറെ ആരോ പേരിൽ തേങ്ങ ഉടയ്ക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതെല്ലാം വാങ്ങിയിട്ട് തേങ്ങ ഉടച്ചിട്ടുണ്ടായിരുന്നു. തേങ്ങ ഉടച്ച് പ്രാർത്ഥിച്ചിട്ട് നമ്മൾ വന്നു. പിന്നെ അവിടുന്ന് അമ്മയ്ക്ക് കഴിഞ്ഞ പ്രാവശ്യം ചിക്കു പോയപ്പോൾ ഒരു ചരട് കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതുപോലത്തെ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് അമ്മ പോയത്. പക്ഷെ കുറച്ച് വലുതായി പോയി. എന്നാലും തന്ത്രീന്റെ അടുത്ത് നിന്ന് തന്നെ അവര് നമുക്ക് ചരട് കെട്ടിത്തരും.
അങ്ങനെ തന്ത്രീൻ്റെ അടുത്തുനിന്ന് ഞാനും അമ്മയും പോയപ്പം പിന്നെ ഞാനും കെട്ടിച്ചു. അങ്ങനെ ഞാനും അമ്മയെല്ലാം തന്ത്രീൻ്റെ അടുത്തുനിന്ന് നേരിട്ട് ചരടെല്ലാം കെട്ടിച്ച് നമ്മൾ പിന്നെ അവര് നമ്മളവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടല്ലോ, അധികം നേരം നിൽക്കണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ പിന്നെ ഇറങ്ങി. നമ്മൾ പിന്നെ അവിടുന്ന് കുറച്ച് ഫോട്ടോസ് എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം വേറെ തന്നെ ഒരു ഫീലായിരുന്നു അത്. അയ്യപ്പന്റെ വാഹനമായ കുതിരയുണ്ട്, പുലിപ്പുറത്ത് നിൽക്കുന്ന അയ്യപ്പനുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ തന്നെ ശബരിമലയ്ക്ക് പോകാത്ത നമുക്ക് അതെല്ലാം കാണുമ്പോൾ തന്നെ വേറെ തന്നെ ഒരു ഫീലാണ്. പിന്നെ അവിടെ നിന്ന് അങ്ങ് മേലോട്ടേക്കാണ് പിന്നെ അവർക്ക് ശബരിമലയ്ക്ക് പോകേണ്ടത്. നമ്മൾ പ്രാർത്ഥിക്കേണ്ട തിരക്കിൽ അധികമായിട്ടുള്ള ഒരു വീഡിയോസ് ഒന്നും നമ്മൾ അവിടെ നിന്ന് എടുത്തിട്ടില്ല. കാരണം എന്താന്ന് വെച്ചാല് നമുക്ക് അവിടെ എത്തിയതിന്റെ ഒരു ഇതില് പിന്നെ നമ്മൾ അവരെല്ലാം കണ്ടു. നമ്മള് പിന്നെ വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് പോയിരിക്കുന്നതാണ്. അവിടെ നിൽക്കുമ്പോൾ കണ്ട രണ്ട് കുരങ്ങന്മാര് വാമി ഇങ്ങനെ അവിടുത്തെ കാര്യങ്ങളെല്ലാം ഇങ്ങനെ പറഞ്ഞിരുന്നുണ്ടായിരുന്നേ. കാരണം വാമി ഭയങ്കര, ഞാൻ വിചാരിച്ചതിനേക്കാളും ഉഷാറായിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ വിചാരിച്ച അവളെ പെട്ടെന്ന് എടുക്കേണ്ടി വരും നോക്കിയാ, പക്ഷെ അവളെങ്ങനെ എടുക്കേണ്ടി ഒന്നും വന്നിട്ടില്ല. അങ്ങനെ നമ്മൾ എല്ലാവരും കൂടെ വണ്ടിയിൽ തിരിച്ചു പോന്നാണ്. അവരെല്ലാവരും ക്ഷീണം പിടിച്ചിട്ടുണ്ടായിരുന്നു. കാരണം മലയെല്ലാം കയറിയിട്ട് ഇറങ്ങിയതല്ലേ, പൊലച്ച പോവുകയും ചെയ്തിട്ടില്ലേ. അവര് പോയതിനു ശേഷം പിന്നെ ഞാനും അമ്മയെല്ലാം കുറച്ച് നേരം അവിടെ കിടന്ന് ഉറങ്ങുകയെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ മഴ പെയ്യുന്നുണ്ടായിരുന്നു. എന്തോ ഭാഗ്യത്തിന് അവർക്ക് ശബരിമലയിൽ നിന്ന് ഇറങ്ങുന്നവരെ മഴയൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ നമ്മൾ ഫുഡെല്ലാം കഴിച്ച് പിന്നെ നമ്മൾ പോയിട്ടുള്ളത് ഏറ്റുമാനൂർ ക്ഷേത്രത്തിലാണ്. ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ എത്തിയപ്പോൾ തന്നെ ഞാൻ ഒരിക്കലും ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു എന്ന് എനിക്കൊരു ഫീൽ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മള് അവിടെ ഉള്ളിലെല്ലാം കയറി. ആദ്യം അവർക്ക് ബാത്റൂം എല്ലാം പോകാനുണ്ടായിരുന്നു. അതെല്ലാം പോയി കാലുമുക്കെല്ലാം കഴിക്കുന്നതിന് ശേഷം നമ്മള് പിന്നെ അമ്പലത്തിൽ തൊഴാൻ വേണ്ടി കയറി. തൊഴാൻ വേണ്ടിയിട്ട് നമ്മൾ ഉള്ളിൽ കയറിയ സമയത്താണ് ഞാൻ ഒരിക്കലും മാമനും മാമീന്റെ കൂടെയെല്ലാം ഞാനിവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഓർമ്മയല്ലേ എനിക്ക് വന്നത്. എനിക്കത് ഭയങ്കരമായിട്ടൊരു മാമന്റെ ഓർമ്മ വന്നപ്പോൾ ഒരു സങ്കടവും പിന്നെ ഒക്കെ വന്നു. പിന്നെ ഞാൻ ആഗേനോടെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഞങ്ങൾ ഒരിക്കലും ഇവിടെ വന്ന സമയത്ത് പിന്നെ ഒരു ഓട്ടുപുര എൻ്റെ ഒരു പാത്രങ്ങളെല്ലാം വെച്ചൊരു സ്ഥലം ഉണ്ടായിരുന്നേ. അപ്പൊ ആദ്യം സുധിമാമനെ അത് തൊഴുതു. പിന്നെ ബാക്കിൽ തന്നെ ഞാനും പോയിട്ട് തൊഴുതു. അന്നേരം മാമീന്റെ ഒരു ആപ്പൻ ഉണ്ടായിരുന്നു. മാമീന്റെ ആപ്പൻ വന്നപ്പോ അവര് പറഞ്ഞു, പിന്നെ നിങ്ങളെന്തേ തൊഴുന്നേ, പിന്നെ ഇത് പിന്നെ അമ്പലത്തില് ഉള്ള സ്ഥലമല്ല, ഊട്ടൂരന്റെ പാത്രങ്ങളൊക്കെ വെക്കുന്നത് സ്ഥലം എന്നെല്ലാം പറഞ്ഞ് നമ്മളെ കളിയാക്കിയിട്ടുണ്ടായിരുന്നേ. അപ്പൊ നമ്മൾ അതെല്ലാം ഇങ്ങനെ ഞാൻ ഇവരോടെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം നല്ലൊരു മെമ്മറി ആയിരുന്നു മാമന്റെ കൂടെ ഉണ്ടായിരുന്നേ. ഒരുവിധം ഞാൻ എല്ലാ അമ്പലങ്ങളിലും മാമന്റെ കൂടെയാണ് പോയിട്ടുള്ളത്. പിന്നെ നമ്മൾ അന്ന് ഏറ്റുമാനൂര് റൂം എടുത്ത് നിന്നു. വേറെ ഒറ്റ സ്ഥലത്ത് റൂം കിട്ടാത്തത് കൊണ്ട് നമ്മൾ ഇവിടെ എടുത്തേ. കാരണം തീരെ പോക്കായിരുന്നു അവിടുത്തെ റൂമെല്ലാം. പിന്നെ നമുക്ക് അത്രയും ക്ഷീണം പിടിച്ച് കിടക്കുന്നതുകൊണ്ട് വേറെ എവിടെ റൂമില്ലായിരുന്നു അവിടെ. പിന്നെ നമ്മൾ അവിടെ റൂം എടുത്ത് നിന്നു. അതും 2 റൂമാണ് കിട്ടിയിട്ടുള്ളൂ. നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തെല്ലാം കിടന്നേ. പിന്നെ അച്ഛനമ്മയ്ക്കും നമ്മൾ അവർക്ക് എന്തായാലും നല്ലോണം കിടക്കേണ്ടതുകൊണ്ട് അഗേണ്ട അച്ഛനമ്മയ്ക്കും നമ്മൾ വേറെ തന്നെ റൂമെല്ലാം കൊടുത്ത് നമ്മളെല്ലാവരും അഡ്ജസ്റ്റ് ചെയ്തിട്ട് കിടന്നു അവിടെ. പിന്നെ നമ്മൾ പോയിട്ടുള്ള മള്ളിയൂർ ക്ഷേത്രത്തിലേക്കാണ്. ഇവിടെ ഒരു വലിയൊരു പ്രത്യേകതയുണ്ട്. നഗേട്ടൻ എല്ലപ്പോൾ പോകുമ്പോൾ പറയലുണ്ടായിരുന്നു, വല്ല ഗണപതിന്റെ മടിയില് പിന്നെ കൃഷ്ണൻ പിന്നെ ഉണ്ണിക്കണ്ണൻ ഇരിക്കുന്ന ഒരു പ്രതിമയുണ്ട് ഇവിടെ എന്നെല്ലാം പറയലുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അതെല്ലാം കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. അങ്ങനെ അവിടെയെല്ലാം പോയി. പിന്നെ നമ്മൾ പോയിട്ടുള്ളത് വൈക്കത്താണ്. വൈക്കത്തും ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. അതും മാമന്റെ കൂടെ തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ വൈക്കത്ത് നല്ലോണം ഒന്ന് ഉള്ളിലെല്ലാം കയറി നമ്മൾ പ്രാർത്ഥിച്ചു. പക്ഷെ വൈക്കത്ത് എത്തുമ്പോഴേക്കും ചെറുതായിട്ട് മഴയെല്ലാം പൊടിഞ്ഞിട്ട് വാമിയും അച്ഛനൊന്നും അഗേടന്റെ അച്ഛനൊന്നും കയറിയിട്ടില്ല. അവർക്ക് അമ്പലങ്ങളിൽ പോയിട്ട് മടുത്തെന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും പുറത്തിരുന്നേ. അവരുള്ളിലൊന്നും കയറിയിട്ടില്ല. പിന്നെ അച്ഛനാണെങ്കിൽ പാൻറ്റും ആയിട്ടിട്ടുള്ളത്, അതുകൊണ്ട് എല്ലാത്തിലും കയറാനും പറ്റില്ലല്ലോ. പിന്നെ അച്ഛനും വാമിക്കും അമ്പലങ്ങളിലല്ലാണ്ട് നമുക്ക് വേറെ എവിടെയെങ്കിലും പോവാന്ന് പറഞ്ഞിട്ട് നമ്മൾ പിന്നെ കുറച്ച് വാമീനെല്ലാം ഒന്ന് ഹാപ്പി ആക്കാന്ന് വിചാരിച്ചിട്ട് നമ്മൾ പിന്നെ പോയിട്ടുള്ളത് കുമരകത്താണ്. കുമരകത്ത് പോകുന്ന വഴിക്ക് നല്ലൊരു താമരയെല്ലാം ഇങ്ങനെ കൃഷി ചെയ്യുന്ന ഒരു സ്ഥലം കണ്ടിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പിന്നെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ കുമരകത്തെത്തി. നല്ല അടിപൊളി കായല്, വേമ്പനാട്ട് കായലിൽ നമ്മൾ ആദ്യമായിട്ടാണ് വരുന്നത്. നമ്മൾ കുട്ടനാടൻ കായലിൽ ഒരിക്കൽ ഹൗസ് ബോട്ടിൽ നമ്മൾ പോയിട്ടുണ്ടായിരുന്നേ. വേമ്പനാട്ട് കായല് ഞാൻ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. പക്ഷെ നമ്മൾ അവിടെ റേറ്റ് എല്ലാം ചോദിച്ചിട്ട് വലിയ റേറ്റ് ഒന്നുമില്ല കേട്ടോ. നമ്മൾ ഓരോ സ്ഥലത്ത് പോകുമ്പോൾ വലിയ വലിയ പൈസകളല്ലേ ഓരോരുത്തർ പറയാ. ഇവിടെ നമുക്ക് എല്ലാവർക്കും ഒരു ബോട്ടിന് 1000 രൂപ അത്രേ ഉള്ളൂ. അത് ബോട്ട് ഏതായാലും കുഴപ്പമില്ല, ആളെത്രയായാലും കുഴപ്പമില്ല, ആളിനനുസരിച്ച് ബോട്ട് മാറ്റാൻ പറ്റും. അങ്ങനെ നമ്മൾ ഈ ബോട്ടിൽ 1000 രൂപയ്ക്കാണ് നമ്മൾ പോയിട്ടുള്ളത്. ഒരു മണിക്കൂറിന് 1000 രൂപ. എന്നുവെച്ചാ ഇവിടെ നമ്മള് ശനിയും ഞായറും അങ്ങനെയൊന്നല്ല പോയത്. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും. ചിലപ്പം ശനി ഞായറിലാകുമ്പോഴത്തേക്ക് പൈസ കൂടുമായിരിക്കും. എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു ബോട്ടിൽ കയറിയ സമയത്ത്. കാരണം ഒരു ശബരിമലയ്ക്ക് പോയി വന്ന ക്ഷീണമുണ്ട്. പിന്നെ എല്ലാം ഒന്ന് മാറ്റിയിട്ട് എല്ലാവർക്കും ഒന്ന് റിലാക്സ് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. നല്ല പാട്ടെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു. കുട്ടനാടൻ കായലിലെ പാട്ട് വെച്ചിട്ടുണ്ടായിരുന്നു.
അങ്ങനെ നമ്മള് കയറിയ പാടെല്ലാരും നല്ലോണം ഇരുന്ന് കുറച്ചു നേരം ഒന്ന് റെസ്റ്റ് എടുത്തതിന് ശേഷം പിന്നെ ചിക്കുവൊക്കെയായിരുന്നെല്ലാം ഡ്രൈവ് ചെയ്ത് ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നേ. ഇന്നലെ തൊട്ടേ ഡ്രൈവ് ചെയ്യുന്നില്ലേ. അങ്ങനെ പിന്നെ പാട്ടെല്ലാം വെച്ച് പിന്നെ എല്ലാവരും ഡാൻസ് എല്ലാം കളിക്കാനെല്ലാം തുടങ്ങി. പിന്നെ എല്ലാവരും നമ്മുടെ ഫാമിലി ഒരുമിച്ച് അഗേന്റെ അച്ഛനും അമ്മയുണ്ട്, എൻ്റെ അച്ഛനും അമ്മയുണ്ട്, മാമി, ഞാനും, അനിയനും, എൻ്റെ അനിയനും എല്ലാവരും ഉണ്ടായിരുന്നു. നല്ല അടിപൊളിയായിട്ട് നമ്മള് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു നമ്മളിപ്പോ ശബരിമലയ്ക്ക് പോയുമ്പോ അമ്പലങ്ങളിലെല്ലാം പോയി പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് വേറൊരു ഫീലാ കിട്ടുക. പക്ഷെ നല്ലൊരു എൻജോയ്മെന്റ് നമ്മൾ ട്രിപ്പ് കളറാക്കി മാറ്റി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ശബരിമലയ്ക്കെല്ലാം പോയി വരുന്ന വഴിക്ക് ആരും എന്തായാലും ഇങ്ങനെയൊന്നും ഇതുവരെ ചെയ്തിട്ടുണ്ടാവില്ല നമ്മൾ ചെയ്ത പോലെ. അങ്ങനെ മാമിയും ഭയങ്കര ഹാപ്പി. നമുക്കെല്ലാം അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുമ്പോൾ ഒരു പ്രത്യേക ഫീലെല്ലാം കിട്ടുമല്ലോ. അവര് ചെറിയ കുട്ടിയല്ലേ, അവർക്കങ്ങനെ ശബരിമലയ്ക്ക് പോകാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഭയങ്കര വിശ്വാസമുണ്ട് അമ്പലത്തിലെല്ലാം, ദൈവത്തിനെല്ലാം ഭയങ്കര വിശ്വാസമാണ്. പിന്നെ എല്ലാ അമ്പലങ്ങളിലും നമ്മളിങ്ങനെ മാറി മാറി പോകുന്ന സമയത്ത് അവർക്ക് ഇങ്ങനെ ഓരോ സ്ഥലത്ത് പോകുമ്പോൾ അവർക്ക് കാലം വരുന്ന ഇങ്ങനെ അധികം മണ്ണ് പറ്റുന്നൊന്നും തീരെ ഇഷ്ടമല്ല. ഇതാ അവളും അമ്മയും കൂടെ ഡാൻസ് കളിക്കുന്ന പാട്ട് കേട്ടപ്പോ അവളും അമ്മയും എല്ലാം നല്ല അടിപൊളിയായിട്ട് ഡാൻസ് കളിക്കുന്നുണ്ട്. മാമിന്റെ കൈ പിടിച്ചിട്ടൊക്കെ കളിക്കുന്ന കാരണം ഇങ്ങനെ ഒരു ട്രിപ്പ് ഒന്നും നമ്മൾ അങ്ങനെ മൊത്തം ഫാമിലി ആയിട്ട് ഇതുവരെ നമ്മളെവിടെ പോയിട്ടില്ല. ഒന്നെങ്കിൽ എൻ്റെ അമ്മയച്ഛൻ്റെ കൂടെ അല്ലെങ്കിൽ അഗിയുടെ അമ്മയച്ഛൻ്റെ കൂടെ നമ്മളിങ്ങനെ ഫാമിലി ഒരുമിച്ച് നമ്മൾ ആദ്യമായിട്ട് ഇങ്ങനെ ട്രിപ്പ് പോകുന്നത്. നല്ലൊരു അടിപൊളി ട്രിപ്പായിരുന്നു. ഈ ഒരു ബോട്ടിൽ വന്നിട്ടില്ലെങ്കിൽ ശരിക്കും നമുക്ക് മിസ്സാവുമായിരുന്നു. കാരണം നമ്മളിങ്ങനെ വണ്ടിയിലിരുന്ന് പോകുന്നതല്ലേ, പക്ഷെ ഇങ്ങനെ ഒരു എൻജോയ്മെന്റ് നമുക്ക് എന്തായാലും കിട്ടൂലോ. പിന്നെ അച്ഛന്റെ കൂടെ കളിച്ച് പിന്നെ പാട്ടിങ്ങനെ ഓരോ നമ്മൾ ഒരുപാട് ഫോട്ടോസ് എടുത്തിട്ടുണ്ട് ഇവിടുന്ന്. നല്ല അടിപൊളി ഫോട്ടോസ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ചെറിയ ചാറ്റൽ മഴ ഉണ്ടായിരുന്നു. പക്ഷെ ആ ചാറ്റൽ മഴയിലൂടെ വേമ്പനാട്ട് കായലിലൂടെ നമ്മളിങ്ങനെ പോകുന്ന സമയത്ത് നല്ല അടിപൊളി ഫീൽ ആയിരുന്നേ. എന്താ രസം. നമ്മള് കുറെ സിനിമയിലെല്ലാം കാണുന്ന റിസോർട്ടുകളും അതൊക്കെ ഉണ്ട് ഇവിടെ സൈഡിലെല്ലാം. പിന്നെ നമ്മള് നല്ല കണ്ടൽ കാടുകളും ഒക്കെ ഇങ്ങനെ നല്ല രസം. അച്ഛനും അമ്മയും കൂടെ ഡാൻസ് കളിക്കുന്നതാണ്. അച്ഛനും ഡാൻസ് കളിക്കുന്നുണ്ട്, അങ്ങനെ വേഗം അമ്മ നോക്കി ചിരിക്കുന്നുണ്ട്. പിന്നെ അമ്മയും കളിക്കുന്നുണ്ട്. എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങളെ നോക്കി നോക്ക് കായലിന്റെ ഒരു ഭംഗി. നല്ല നിരപ്പായിട്ട് അങ്ങ് വരെ ഇങ്ങനെ ഒരുപോലെ നിൽക്കുന്ന കാണുമ്പോ വേറെ തന്നെ ഒരു ഫീലാണ്. ഊഞ്ഞാലെല്ലാം ഉണ്ടായിരുന്നു, ഊഞ്ഞാലുണ്ടായിരുന്നു, ദിവാങ്കോട്ട് ഉണ്ടായിരുന്നു, പിന്നെ നല്ല ഒരു സോഫ പോലെ ഉണ്ടായിരുന്നു. നമുക്ക് കിടക്കുകയും ഇരിക്കുകയും എങ്ങനെ വേണമെങ്കിലും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുമായിരുന്നു. പിന്നെ അഗേട്ടൻ്റെ അച്ഛന്റെ നല്ല അടിപൊളി ഡാൻസ് എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ അച്ഛൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കളിക്കും ഡാൻസുകൾ. അച്ഛനെ സ്വന്തമായിട്ട് പഠിച്ചിട്ടുള്ള ഇങ്ങനെ ഡാൻസ് കളിക്കും. ഓരോ സ്റ്റെപ്പും ഇങ്ങനെ പിന്നെ ബൈ ഹാർട്ട് പഠിച്ചിട്ട് ഇങ്ങനെ ചെയ്യുന്ന അച്ഛൻ. പിന്നെ ഇപ്പം ചെയ്യുന്ന ഡാൻസുകളാണ് നമുക്ക് കാണുമ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ എൻ്റെ അച്ഛനും അമ്മയും ആദ്യമായിട്ട് ഇങ്ങനെ കളിക്കുന്നെല്ലാം കാണുന്നത്. പിന്നെ ഇത് അച്ഛനൊരു യൂട്യൂബ് ചാനൽ ഉണ്ട്. അച്ഛൻ അതിൻ്റെ അകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഈ വീഡിയോ ഫുള്ളായിട്ട്. ഞാൻ മുഴുവനായിട്ട് ഇടുന്നില്ല കാരണം നല്ല ലോങ് വീഡിയോ. പിന്നെ വാമി എല്ലാവരും കളിക്കുന്നുണ്ടപ്പോ വാമിക്കും ഒറ്റയ്ക്ക് കളിക്കണം എന്ന് പറഞ്ഞിട്ട് വാമിയും കളിക്കുന്നുണ്ടേ. പാട്ടൊന്നും ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നമുക്ക് കാണുന്നവർക്ക് നിങ്ങൾക്കൊക്കെ നല്ല അടിപൊളിയായിരുന്നു. പക്ഷെ നമുക്ക് ഇതിൻ്റെ അകത്ത് പാട്ടിടാൻ പറ്റൂലോ, കോപ്പിറൈറ്റ് എല്ലാം വരൂലേ. ചിക്കുവിന്റെ ലുക്ക് കണ്ട, ചിക്കു കറക്റ്റ് നമ്മളെ കുട്ടനാടൻ കായലിലെ മറ്റേ വള്ളംകളിന്റെ അതിനെല്ലാം പോകുന്ന ഒരു ലുക്കില്ലേ, അതുപോലല്ലേ തലയെക്കെട്ടെല്ലാം കെട്ടി വെള്ളമുണ്ടെല്ലാം എടുത്തിട്ട്. അങ്ങനെ എല്ലാവരും കുറെ ഫോട്ടോസും വീഡിയോസും എല്ലാം എടുക്കുന്നുണ്ടായിരുന്നെ. ഈ റിസോർട്ടുകളിലെല്ലാം നമ്മൾ കുറേ സിനിമകളിലെല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു. സിനിമന്റെ പേര് എനിക്ക് ഓർമ്മയില്ല. ജയറാമും പിന്നെ സംയുക്ത വർമ്മയെല്ലാം ഉള്ള ഒരു സിനിമ ഉണ്ടായിരുന്നു. സംയുക്ത വർമ്മയ്ക്ക് ചെറിയൊരു വട്ടെല്ലായിട്ട് അങ്ങനെ ചികിത്സിക്കാൻ കൊണ്ടുവരുന്ന ഒരു സ്ഥലമില്ലേ, ഈ ഒരു റിസോർട്ടാണ് അതൊക്കെ. ചെറിയ ചാറ്റൽ മഴ എങ്ങനെയുണ്ട്, നമുക്ക് നല്ല ശക്തിയിൽ പെയ്യുമെന്നൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷെ ശക്തിയിലൊന്നും പെയ്തിട്ടൊന്നുമില്ല കേട്ടോ. നമ്മളെ നല്ലോണം മഴയെല്ലാം നമ്മളെ നല്ലോണം കാത്തിട്ടുണ്ട്. കാരണം അവർ ശബരിമലയ്ക്ക് പോകുമ്പോ മല കയറുമ്പോ ഒന്നുമില്ലായിരുന്നു. നമ്മുടെ ഈ ശബരിമല ട്രിപ്പ് നമുക്ക് എന്നും ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു മെമ്മറി ആയിരുന്നു. കാരണം ഫാമിലിയിലുള്ള എല്ലാവരും കൂടി നമ്മൾ ഒരുമിച്ച് ഇങ്ങനെ ഒരു യാത്ര പോകുമ്പോൾ തന്നെ നമുക്ക് ഒരു പ്രത്യേക ഫീൽ അല്ലേ. അങ്ങനെ നമ്മള് 1 മണിക്കൂർ നമ്മള് പിന്നെ വേമ്പനാട്ട് കായലെല്ലാം നമ്മൾ ചുറ്റി കണ്ട് പിന്നെ നമ്മള് തിരിച്ചു പോന്നതാണേ. പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് വെജ് ഹോട്ടലിൽ കയറിയിട്ട് ഒരു ഫുഡെല്ലാം കഴിച്ച് ഒരു മാല ഒരുക്കിയിട്ടില്ലല്ലോ, അതുകൊണ്ട് നമുക്ക് വെജ് ഹോട്ടലിൽ തന്നെ കയറാൻ പറ്റും. പിന്നെ നാട്ടിലെത്തിയിട്ട് മാല ഊരാന്ന് വിചാരിച്ചിട്ട് ഊരാഞ്ഞ്. പിന്നെ നമ്മൾ തൃപ്രയാറ് പോയിട്ടുണ്ട്. തൃപ്രയാറ് പോയപ്പോ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഇവിടെ, എൻ്റെ ഫ്രണ്ടാണ് ഇവിടുത്തെ പിന്നെ പൂജാരി. പക്ഷെ ഞാൻ അവനെ വിളിച്ചിട്ടില്ല. അവൻ അവിടെ ഉണ്ടാവോ ഇല്ലയോ, അല്ലെങ്കിൽ പൂജയെല്ലാം കഴിഞ്ഞ് ചിലപ്പോ ഉച്ച സമയത്ത് ഉറങ്ങുവാണോ എന്നെല്ലാം വിചാരിച്ചിട്ട് ഞാൻ വിളിച്ചിട്ടില്ല. ജസ്റ്റ് മെസ്സേജ് അയച്ചിട്ടായിരുന്നു ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഞാനങ്ങ് പോയപ്പോ അവൻ എനിക്ക് റിപ്ലൈ തന്നപ്പോ അവൻ അവിടെ ഉണ്ടായിരുന്നു എന്ന് വിചാരിച്ചു. ശരിക്കും അവനെ വിളിക്കായിരുന്നു, മോശമായി പോയി ഞാൻ ചെയ്തത്.
കാരണം നീ എന്താ വിളിക്കാൻ എന്തെല്ലാം ചോദിച്ചിട്ടുണ്ടായിരുന്നു അവൻ. പിന്നെ ആ ചിക്കു പറഞ്ഞു അവനിപ്പോ തൃപ്രയാറാന്ന് പറഞ്ഞപ്പോ ഞാൻ ജസ്റ്റ് മെസ്സേജ് അയച്ചതാ അവന്. ഉറങ്ങലാണെങ്കിൽ ശല്യപ്പെടുത്തണ്ടാലോ, അവന് വൈകുന്നേരം ആദ്യം പൂജയ്ക്ക് വരണ്ടല്ലേ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ വിളിക്കാഞ്ഞ. ഇവിടെ മീനൂട്ടെല്ലാം ഉണ്ടേ. ഇവിടെയും ഞാൻ മാമന്റെ കൂടെ വന്നിട്ടുണ്ട്. ഇവിടെ ഉച്ച സമയം ആയതുകൊണ്ട് ഇപ്പൊ മീനൂട്ടൊന്നുമില്ല. വൈകുന്നേരം വരണമെന്ന് പറഞ്ഞു. വൈകുന്നേരം 5 മണിക്ക് എങ്ങാനാ തുടങ്ങുക. പിന്നെ രാവിലെയും അങ്ങനെയൊക്കെ അവിടെ മീനൂട്ട് തുടങ്ങുക. ഇവിടുത്തെ ഒരു പ്രശസ്തമായ ഒരു ഇതാ മീനൂട്ട്. എല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലെ. പിന്നെ വാമി അവിടുത്തെ മണലിലെല്ലാം അവളെ പേരെല്ലാം എഴുതി, വാമി കാകിലിനെല്ലാം എഴുതി. പിന്നെ ചെറിയ ചളിയെല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ ചളി അങ്ങനെ കാലുമ്മ പറ്റൂലല്ലോ, പൂഴി ആയതുകൊണ്ട്. അതുകൊണ്ട് അവൾക്ക് അത്ര ഒരു പ്രശ്നം ഇല്ലായിരുന്നു അവിടെ. പിന്നെ നമ്മൾ ഉണ്ണിക്കണ്ണനെ കാണാൻ വേണ്ടിയിട്ട് ഗുരുവായൂർ പോയി. ഗുരുവായൂർ നല്ല തിരക്കുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഏറ്റവും ഉള്ളിലൊന്നും കയറാൻ പറ്റിയിട്ടില്ല. പിന്നെ നമ്മള് ഇതിന്റെ നാലമ്പലത്തിന്റെ ഉള്ളിൽ കയറി. പിന്നെ ഏറ്റവും ഉള്ളിൽ നമുക്ക് കയറാൻ പറ്റിയിട്ടില്ല. കാരണം ഭയങ്കര ലൈനായിരുന്നു. നിങ്ങൾ കാണുന്നില്ല, പുറത്തുനിന്നെല്ലാം നല്ലോണം തൊഴുത്. പിന്നെ നമ്മളൊന്ന് ജസ്റ്റ് ഉള്ളിലും കയറിയിട്ട് നമ്മളൊന്ന് ചുറ്റി തൊഴുതിട്ടുണ്ടായിരുന്നേ. പിന്നെ ഇവിടെ അരങ്ങേറ്റമെല്ലാം നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഗുരുവായൂർ എത്തിയ പിന്നെ പറയണ്ടല്ലോ, വേറെ തന്നെ ഒരു ഫീൽ അല്ലേ നമ്മൾ ഗുരുവായൂർ പോകുമ്പോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഗുരുവായൂര് നമ്മൾ ഉള്ളിൽ കയറി തൊഴുന്ന സമയത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് അവിടുന്ന് കാണാനേ പറ്റൂ. അത് വേറെ തന്നെ ഒരു ഫീൽ ആണെങ്കിലും നമുക്ക് ഗുരുവായൂർ അമ്പലത്തിൽ എത്തിക്കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടും. എനിക്ക് ഏറ്റവും കൂടുതൽ പോവാൻ ഇഷ്ടമുള്ള ഒരു അമ്പലമാണ് ഗുരുവായൂർ അമ്പലം. എന്താണെന്നറിയില്ല, എത്ര പോയാലും മതി വരാത്ത ഒരു അമ്പലമാണ്. ഞാൻ എല്ലാ വർഷവും പോകുന്നതാണ്. കല്യാണം കഴിഞ്ഞിട്ടും ഞങ്ങളുടെ ഫസ്റ്റത്തെ ഫാമിലായ ഒരു സമയത്ത് കൊറോണ അങ്ങനെയെല്ലാം ആയിട്ട് പോയിട്ടില്ല എന്നല്ലാണ്ട് കല്യാണം കഴിഞ്ഞതിന് ശേഷവും ഞങ്ങൾ എല്ലാ വർഷവും ഗുരുവായൂർ പോവാറുണ്ട്. അങ്ങനെ നമ്മൾ എല്ലാ ഇടത്തിലും കഴിഞ്ഞ് നമ്മൾ തിരിച്ച് നമ്മളെ ഗണപതി അമ്പലത്തിലെത്തി. എല്ലാവരും മാല ഊരുന്നാണേ. പിന്നെ അച്ഛനും ചിക്കും ഇവിടെ നിന്ന് തന്നെ ഊരാന്ന് പറഞ്ഞു. എന്നാലും എല്ലാവരും ഊരുന്നല്ലേ, ഇവിടെ നിന്നല്ലേ മാലയിട്ട് പോയാല കെട്ട് നിറച്ച് പോയ ഇവിടെ നിന്ന് ഊരാന്ന് പറഞ്ഞു. സാധാരണ രാവിറ്റമംഗലം അമ്പലത്തിൽ നിന്നാ ഊരല്. അങ്ങനെ എല്ലാവരും തേങ്ങയെല്ലാം ഉടച്ച് പിന്നെ മാലയിൽ ഊരിയിട്ടുണ്ടായിരുന്നേ. പിന്നെ വാമിന്റെ മാല ഞാൻ 2 കെട്ടാക്കി കെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഊരാൻ നോക്കിയപ്പോ അവന് പെട്ടെന്ന് ഊരാൻ പറ്റിയില്ല. കാരണം അവളെ ചെറിയ കുട്ടിയായോണ്ട് ഊരി പോകുന്നതിന് ഞാൻ അങ്ങനെയെല്ലാം കെട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മള് വിളക്കെല്ലാം വെച്ച് വീട്ടിലേക്ക് ഈ ഒരു വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല, ഫോണെല്ലാം ഓഫായി പോയിട്ടുണ്ടായിരുന്നേ. ഞങ്ങൾ നല്ലൊരു ട്രിപ്പായിരുന്നു. എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണേ. എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് എല്ലാവരും ഒന്ന് കമന്റും ചെയ്യണേ. എന്നാ പിന്നെ ഇത്രയേ ഉള്ളൂ. ബായ്.